2 കലം വാങ്ങാൻ പോവാണ് കേട്ടോ. നാളെ പെസഹായാണ്. പെസഹായ്ക്ക് പാലുണ്ടാക്കാൻ വേണ്ടിയിട്ട് മൺകലത്തിൽ ഉണ്ടാക്കാന്ന് വിചാരിച്ച് നമ്മള് മൺകലവും വാങ്ങണം, അതുപോലെ തന്നെ നമുക്ക് ചിരട്ടത്തവയും വാങ്ങണം. അപ്പൊ വായോ നമുക്ക് പോയിട്ട് വരാം. ഇവിടെ ഉണ്ടായിരുന്നു നേരത്തെ. ഞാൻ വാങ്ങി. ഇതൊക്കെ എന്തോ ദേ ചേട്ടാ ഗ്ലാസ് അല്ല ചായ ഒഴിച്ച് കുടിക്കണം. ഇതൊക്കെ തൊട്ടാടാ മതി കേട്ടോടാ. ആ ഹായ്, ബിന്ദു സ്ട്രീംസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എന്നാ ശരിക്കും പറയാം. ഹായ്, ബിന്ദു സ്ട്രീംസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഞങ്ങളെ 2 കലം വാങ്ങാൻ പോവാണ് കേട്ടോ. നാളെ പെസഹായാണ്. പെസഹായ്ക്ക് പാലുണ്ടാക്കാൻ വേണ്ടിയിട്ട് മൺകലത്തിൽ ഉണ്ടാക്കാന്ന് വിചാരിച്ച് നമ്മള് മൺകലവും വാങ്ങണം, അതുപോലെ തന്നെ നമുക്ക് ചിരട്ടത്തവയും വാങ്ങണം. അപ്പൊ വായോ നമുക്ക് പോയിട്ട് വരാം. ഇവിടെ ഉണ്ടായിരുന്നു നേരത്തെ. ഞാൻ വാങ്ങിയിട്ടുണ്ട് അവിടുന്ന് കലം. അപ്പം നമ്മൾ ബാക്കി എല്ലാ കൂട്ട സാധനങ്ങളും വാങ്ങിയിട്ടുണ്ട്. പച്ചത്തേങ്ങയുണ്ട്, പിന്നെ അരിപ്പൊടി. ഇന്ന് ചേട്ടൻ നല്ല നാടൻ അരിപ്പൊടി വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. അത് നമ്മൾ വീട്ടിലൊക്കെ പണ്ട് കാലങ്ങളിലൊക്കെ വീട്ടില് ഇങ്ങോട്ടൊക്കെ വന്നേ പിന്നെ നമ്മളെ പൊടിപ്പിച്ചിട്ടില്ല. പണ്ടപ്പള്ളി വീട്ടിലായിരുന്നപ്പോൾ നമ്മുടെ തൊട്ടടുത്ത് തന്നെ മില്ലുണ്ടായിരുന്നു, കൊട്ടമലയിലെ രാജപ്പൻ ചേട്ടൻ്റെ മില്ല്. അപ്പം അവിടെ നമ്മൾ വീട്ടിൽ അരി വാങ്ങിയിട്ട് കഴുകി വാരി വെള്ളമൊക്കെ പോയി കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ മില്ലിൽ കൊണ്ട് കൊടുക്കും. വെള്ളത്തിലിട്ട് വെച്ച് കുതിർത്തിയിട്ട് നമ്മൾ കഴുകി വാരി എടുക്കും കുതിർന്ന് കഴിയുമ്പോൾ. എന്നിട്ട് വെള്ളം ഇങ്ങനെ ചാടാനായിട്ട് വെച്ചേക്കും. വെള്ളം പോയിട്ട് നല്ല ഒരു ഉണങ്ങി വരുമൊന്നും വേണ്ട. അപ്പോൾ കൊണ്ട് കൊടുത്ത് കഴിയുമ്പം പൊടിച്ച് നമുക്ക് അതേ കൂട്ടി തന്നെ ഇട്ട് തന്നു വിടും. അങ്ങനെ നമ്മൾ പെസഹായ്ക്കും 2 കിലോ അരിപ്പൊടിയുടെ പെസഹ അപ്പം നമ്മൾ എല്ലാ വർഷവും ഉണ്ടാക്കിക്കൊണ്ടിരുന്നത് വീട്ടിൽ. പിന്നെ ഉഴുന്ന് പിന്നെ വറുത്തിട്ട് പൊടിച്ചെടുക്കുക ചെയ്യുന്നത് വീട്ടിൽ തന്നെ. ഒരലുണ്ടായിരുന്നു. ഒല്ലെന്നാ വീട്ടിൽ പറയണേ. ഉരല് അതിപ്പോ ഇവിടെ കിടപ്പുണ്ടല്ലോ. ഒരലോ ഓലക്കാനുണ്ട്. എന്റെ ഒലക്ക അവിടെ കൊണ്ട് ചാരി വെച്ചിട്ട് അതിന് തുരുമ്പ് കയറി. ഇപ്പൊ എങ്ങനെയാ വെച്ചേക്കണ വീട്ടില്? അതിന്റെ അടിയിൽ മുകളിൽ പ്ലാസ്റ്റിക് കവർ ഇട്ടൊന്ന് കെട്ടണം, തുരുമ്പ് മാറ്റിയിട്ട്. അല്ലെങ്കിൽ ആ തുരുമ്പെടുത്ത് പോയാ പിന്നെ പോയി. ഇപ്പൊ ഒലക്കൊന്നും കിട്ടാനില്ല. ഒരു സൈഡാണെങ്കിൽ നെല്ല് ഇടിക്കാം, അവലിന് വേണ്ടിയിട്ട് നെല്ല് വറുത്തിട്ട് ഇടിക്കാം. ഫ്രഷ് അവല് കിട്ടും. നമുക്ക് ഒരു ദിവസം ഒന്ന് ഉണ്ടാക്കി നോക്കിയാലോ. ഒരു ഇച്ചിരി നെല്ല് മേഴ്സിച്ചിരി അടുത്തുനിന്ന് എടുത്തോണ്ട് വരാം. എന്നിട്ട് വറുക്കണം. നെല്ല് വറുത്തിട്ട് നമുക്ക് ആ ഉരലിട്ടൊന്ന് ഇടിച്ചു നോക്കിയാലോ അവലിന്. ഒരു ദിവസം പ്ലാസ്റ്റിക്കിലേക്ക് എടുത്തു വെക്കണം. അപ്പം ഇപ്പൊ ഫ്രഷായ അവലൊന്നൊക്കെ കഴിച്ചിട്ട് എത്ര വർഷങ്ങളായെന്നറിയാം. എത്ര വർഷം എന്ന് പറഞ്ഞാൽ ഒരു 10-25 വർഷമെങ്കിലും ആയിട്ടുണ്ട് ഫ്രഷ് അവല് തിന്നിട്ട്. 25 അതിന് മേലായെങ്കിലും ഉള്ളൂ. ഞാൻ എൻ്റെ കാര്യമാണ് പറഞ്ഞത്. ചേട്ടന് എത്ര നാളായെന്ന് എനിക്ക് അറിഞ്ഞൂടാ. വീട്ടില് ഇത് രാജപ്പൻ ചേട്ടന്റെ മില്ലിൽ തന്നെ കൊണ്ട് കൊടുക്കും ആ നെല്ല്. അപ്പം അവിടെ ജിനോദിയേട്ടായി ആയിരുന്നു വറുത്തിട്ട് ഇടിച്ചു തന്നോണ്ടിരുന്നത് മില്ലിന്ന്. മില്ലില് പിന്നെ മെഷീനുണ്ടല്ലോ. പിന്നെ ഞങ്ങള് പിള്ളേരെല്ലാം കൂടി നഴ്സറിയില്, മില്ലിന്റെ ഓപ്പോസിറ്റ് നഴ്സറി ഉണ്ടായിരുന്നു. നഴ്സറിയും പോസ്റ്റ് ഓഫീസും കൂടെ ഒറ്റ കെട്ടിടം.
അപ്പോൾ നഴ്സറി മുറ്റത്ത് ഞങ്ങൾ കളിക്കുമായിരുന്നു. അപ്പോൾ കളിക്കുമ്പം അവിടെ അവലൊക്കെ ജിനോദിയേട്ടായി ഞങ്ങൾ പിള്ളേർക്ക് അവലെടുത്ത് തരുമായിരുന്നു. ഇങ്ങനെ കയ്യിൽ വാരി തരും. അപ്പം ഞങ്ങളത് കഴിക്കും. അതൊക്കെ നല്ല ഫ്രഷ് അവല ഒന്നും കിട്ടാറേ ഇല്ല ഇപ്പം. അപ്പം നമ്മൾ കലം വാങ്ങാൻ പോണത് മുതലക്കോടത്താണ് കേട്ടോ. നമ്മൾ എന്തിനാ പോണേന്നുള്ള കാര്യം മറന്നുപോയി. നമ്മൾ കലം വാങ്ങാൻ പോണത് മുതലക്കോടത്താണ്. ഇത് പട്ടയംകവലയിലാണ്. പട്ടയംകവല എന്ന് പറയുന്നത് നമ്മുടെ ആസിഫ് അലിയുടെ നാടാണ് കേട്ടോ. സിനിമ ആക്ടർ ആസിഫ് അലിയുടെ നാടാണ് പട്ടയംകവല എന്ന് പറയുന്ന സ്ഥലം. അപ്പം നമ്മൾ പട്ടയംകവലയിൽ എത്തിയിട്ടുണ്ട്. അത്യാവശ്യം തിരക്കൊക്കെയുണ്ട് റോഡിൽ. കലം വാങ്ങാനായിട്ട് പോകാം. ഇതവിടെ സൂര്യനുണ്ട് കേട്ടോ ആ ഭാഗത്തായിട്ട്. പട്ടയംകവല മോസ്കാണിത്, മസ്ജിദ്. അപ്പം മുതലക്കോടം പള്ളി കഴിഞ്ഞിട്ടോ. മുതലക്കോടം പള്ളി കഴിഞ്ഞ് നമ്മൾ കുറച്ചുകൂടെ മുന്നോട്ട് പോവാം. ഇനിയിപ്പോൾ ദാ ആ ഒരു വളവ് കഴിയുമ്പോഴാണ് നമ്മുടെ കലം കട. ഈ റൈറ്റ് സൈഡിലാണ്. ഇത് വളവിന് മുമ്പ് ഇതായത് കണ്ട പൂച്ചട്ടികളും മൺകലങ്ങളും ചൂലും. ഒത്തിരി വലുത് വേണ്ടെന്നിട്ട് പറഞ്ഞത്. 1 കിലോ ഇറച്ചിയൊക്കെ വേവിക്കാവുന്ന, പന്നി ഇറച്ചി വേവിക്കാവുന്ന കൂട്ടം മതി. ആണോ? എനിക്ക് തന്നെയാണല്ലോ ഇച്ചിരി മുഴുത്തത് വേണം. ഇച്ചിരി കഞ്ഞിയൊക്കെ വെക്കണം എന്ന് വെച്ചാലും വെക്കാലോ. കഞ്ഞിയോ? എന്ത് കഞ്ഞി? കഞ്ഞി വെക്കൂലേ മൺകലത്തില്? ചോറ് വെക്കൂലേ? ബാ നോക്കാം. ഇറങ്ങി ഇവിടെ ഒതുക്കിയല്ലേ ഇട്ടേക്കണേ? ഒതുങ്ങിയല്ലേ കിടക്കണേ? ആ നോക്കട്ടെ, ഞാൻ ഇറങ്ങട്ടെ. ഇത് നോക്കിക്ക്, ഇങ്ങോട്ട് വാ. ഒന്ന് രണ്ട് ചട്ടി നോക്ക. ആ ചെറുക്കനും കൂടെ ഇങ്ങ് വരട്ടെ. ചുവന്നത് വേണോ? അവർക്ക് ചുവന്നത് വേണോ കറുത്ത വേണോന്ന് ചോദിക്കുക. ഇതും കുഴപ്പമില്ല. അതേ ചട്ടി അരിച്ചോടെ വലുതല്ലേ ആ ചട്ടി? ആ അതാ ഇവിടെ നല്ല പല മോഡലുകൾ ചട്ടികൾ, പാത്രങ്ങൾ, മൂടി, അടപ്പുകൾ ഒക്കെ ഉണ്ട്. ഞങ്ങൾ കറുത്ത ചട്ടി എടുക്കണമെന്ന് പറ. ചുവന്ന ചട്ടി എടുത്താൽ പിന്നെ മഴക്കണ്ട വരും. ഇത് ചട്ടി, അതൊരു കലമാണ്. ഇത് ചട്ടിയല്ലേ, അത് കലമാണ്. ആ കല ഇങ്ങെടുത്ത് കാണിക്കാവോ? ആ അത് ആ കറുത്തത് കാണിച്ചേ. അതാണോ വലുത്? ഇതല്ലേ വലുത്? ഇത് എടുക്കുമല്ലേ നല്ലതൊക്കെ? ഇതായിരിക്കും നല്ലത്. അതിൻ്റെ വക്കൊക്കെ നോക്കി എടുക്കണം. ഇതിൻ്റെ വക്കൊരു, അതിൻ്റെ വക്ക ഒരു എന്താ പോലെ ഇരിക്കുന്നത്. അതിൻ്റെ അടിയിരിക്കണടുത്തെ ഏതായാലും വാങ്ങുമ്പോൾ നോക്കി വാങ്ങണ്ടേ? അല്ല അത് സെയിമാ അത്. പക്ഷെ അതിൻ്റെ അടി ഒരു കോണിച്ചിരിക്കുന്നല്ലേ.
ഷോക്ക് വെക്കണാണ്. പൂച്ചെടി നടന്നതാണ്. നല്ല രസമുണ്ടല്ലോ കാണാൻ. ദേ ചേട്ടാ, കറിയൊക്കെ ഉണ്ടാക്കാൻ നല്ല രസമുണ്ടല്ലോ. ഇതൊക്കെ എന്തോ ദേ ചേട്ടാ, ഗ്ലാസ് അല്ല ചായ ഒഴിച്ച് കുടിക്കണം. ഇതെന്നാ ചേട്ടാ? പൊട്ടിക്കരുത് തൊട്ടാടാ, സൂക്ഷിച്ച് നടക്കണം. ഇവിടെ നിന്നാ ഞാൻ ആ മറ്റേ കുട്ടി ചട്ടി വാങ്ങിച്ചത്. അത് ഒന്നും തൊടല്ല, ഒരെണ്ണം തൊട്ട് അടുത്ത് മറിഞ്ഞ് എനിക്ക് വയ്യ. അവിടെ വയ്ക്കാം. ചട്ടി ഏത് വാങ്ങിയാലും മഴക്കണ്ട വരും, പക്ഷെ കറുത്ത ചട്ടിയാണെങ്കിൽ മഴക്കണ്ട വരില്ല. ഇത് കാക്കാക്കുന്നത് ഇത് കനലിൽ ഉരുക്കി തന്നതാ ഇത്. ഞാൻ കറുത്ത ചട്ടിയാ വാങ്ങാറുള്ളൂ. ലാസ്റ്റ് ചെയ്യണതും പിന്നെ വില കൂടുതലും കറുത്ത ചട്ടിക്കാ. കരിപ്പാണ്ടി ചട്ടി പെട്ടെന്ന് പൊട്ടൂല. എനിക്ക് ഇങ്ങനത്തെ കുറച്ച് മൺചെരാതൊക്കെ വാങ്ങണമെന്ന് ആഗ്രഹമുണ്ട്. മൺചെരാത് ഇവിടെ ചെരാത് നടാ പറയണ അതിന്. എന്നതാ ആ ചേട്ടായിനെയും വിളിച്ചോണ്ട് വന്നേടാ, ഒരു തിരക്ക് കഴിഞ്ഞെങ്കിൽ. ആ പൊക്കമുള്ള എടാ സൂക്ഷിച്ചൊക്കെ നിക്കാ. കൊക്കക്കോളയുടെ വരെ പരസ്യം ചട്ടിയിൽ വന്ന് ദൈവത്തെ ഓർത്ത് തൊടല്ലേ ആൻസേ. അത് മീൻ ഷോക്ക് വെക്കണമെന്ന് തോന്നുന്നു അല്ലേ? കുടിക്കുകയാണോ? ഓ, കുടിക്കുകയാണെങ്കിൽ പൊട്ടിച്ച് കളയേണ്ട വരും. അപ്പോൾ വാങ്ങണ നഷ്ടമാണ്. ഇവിടെ നല്ല കഞ്ഞി കുടിക്കാൻ പറ്റിയ പാത്രം ഉണ്ടോ നോക്കിയാ ഡാൻസേ. നീ സൂക്ഷിച്ചു വാ, നീ സൂക്ഷിച്ചു നോക്കതേടാ. ഇതേ പ്ലേറ്റ് നോക്കിയാടാ. എടാ ദേ പ്ലേറ്റ് നോക്കിക്കേടാ. ഇതെന്നാ സാധനം? അതങ്ങ് വച്ചേരാ. ഒരിക്കലും കാണാത്ത സാധനങ്ങളൊക്കെ. പിടിക്കാ പിടിച്ചു. ആ ചെറുക്കനെ വിളിച്ചോണ്ടോ? അതൊന്നും വേണ്ട. അതേ പ്ലേറ്റ് ഉണ്ടോടാ. പതുക്കെ വെപ്രാളപ്പെടാതെ നോക്ക. അത് ഈ കാലത്തിന് എന്നാ വില? ഇതങ്ങ് മാറ്റിയ ഒരു കണ്ണു, 2 കണ്ണൊരു വായി. നല്ല മൺ പ്ലേറ്റ്. അതവിടെ വച്ചാരാ. അതല്ല ഇത് നോക്ക്. കടുകൊക്കെ പൊട്ടിക്കാം. അതവിടെ വയ്ക്കാം. ഇതിനെത്രയാ? 240. പൂച്ചെടി നടന്നാടാതെ. എനിക്ക് ഇത് വാങ്ങണം എന്നുണ്ടായിരുന്നു. പിന്നെ ആ പ്ലേറ്റ്. എന്നാ അത് ഈ മറ്റേ ഗാർഡനിൽ വെക്കണതാ. ഇതൊക്കെ നല്ല രസമില്ലേ? ഒഴിച്ചു കൂട്ടാനൊക്കെ വെക്കാൻ. പിന്നെ
രസമൊക്കെ വയ്ക്കാൻ. അത് അച്ചപ്പത്തിൻ്റെ അച്ചപ്പൻ ചുടുന്ന അത് വീട്ടിലില്ല. എൻ്റെ കയ്യിൽ അച്ചപ്പത്തിന് അച്ചില്ല. നമുക്ക് ചിരട്ടത്തവി കൂടിയാണ്. ഇവിടെ മാറ ചിരട്ടത്തവി എടുക്കട്ടെടാ. അതെന്നാന്ന് പപ്പയോടെ ചോദിക്കാം. ഇല്ല. ആ ഇങ്ങനെ ഐസ്ക്രീം കോരും. ആ ഇങ്ങനെ ഓടിക്കും. ഓ ചേട്ടനൊന്ന് നോക്കിക്കേ, മൊബൈൽ നോക്കി നിൽക്കാതെ. ഞാൻ അവനൊന്ന് വിളിക്കാൻ നമ്മൾ മേടിച്ചു പോകുമ്പോൾ അവർക്ക് ഇത് പിന്നെ കുഴപ്പമില്ല. ഇത് കുഴപ്പമില്ല. ഇത് പിടിച്ചേ. ഇത് പല മോഡലുള്ളതാണ്. ഓരോ ഓട്ടയുണ്ട്. ഞാനിവിടെ ഒരു കാര്യം നോക്കുവാടാ. അമ്മച്ചിക്ക് ചട്ടത്തവി ഉണ്ടാക്കാൻ അറിയാം. ഇതാ കുഴപ്പമില്ലല്ലോ. ഇത് ചോട വലുത്. ഇതോ അതിന് ചിരട്ട പല ഷേപ്പിലേ കിട്ടുള്ളൂ. ഇതോടെ എടുത്തോ, എനിക്ക് അതോടെ വേണം. ഇതെനിക്ക് വേണം. എനിക്കത് ഇഷ്ടപ്പെട്ടെടുത്തതാ. അതിന് നീളം കുറവാ. ഇത് രണ്ടെണ്ണം എനിക്ക് വേണം കേട്ടോ. ഇത് നല്ലതാ. ഇത് അതാ ചേട്ടന് കൊടുക്കാം. അതിനാ ആ കലത്തിലിടാൻ ഇത്രയും വലുത് വേണ്ടേ? പാലൊരു ഗ്ലാസ്സിലേക്ക് ഒഴിക്കാൻ ആ ടൈപ്പിങ് താന്ന. ഇതൊന്ന് പിടിച്ചേ. ഇതാണോ? ഏതാ ഇതോ? ഇതാ അല്ല, ഇതിൽ ഇച്ചിരി ഓട്ടയുണ്ട്.
പൊട്ടിക്കരുത് തൊട്ടാടാ. മതി കേട്ടോടാ. ആ നടാ നിലത്തേക്ക് ചാരി വെച്ചത്. നോക്കട്ടെ. അപ്പം അങ്ങനെ നമ്മൾ ഇവിടെ നിന്ന് പെസഹായ്ക്കുള്ള ചട്ടിയും വാങ്ങിച്ചു. പിന്നെ ചിരട്ടത്തവി വാങ്ങിച്ചു. ഒരു ചൂലും വാങ്ങിച്ചു. ഇത് ഹോൾസെയിൽ കടയാ, എക്കോവെന്നും പറഞ്ഞു. ഒത്തിരി ചട്ടികളുണ്ട് കേട്ടോ, പല വെറൈറ്റി ചട്ടികളുണ്ട്. നമുക്ക് ഒരു ദിവസം വന്ന് നമുക്ക് കറി വെക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു ചട്ടി വാങ്ങണം. കറി വെക്കാൻ വേണ്ടിയിട്ട് നല്ല ഭംഗിയുള്ള ഡിസൈനിലുള്ള ചട്ടികളൊക്കെ വാങ്ങണം കേട്ടോ. ജീസസ് ടവറിന്റെ ഓപ്പോസിറ്റ് ആണ്, ലോക്ക് സ്റ്റുഡിയോയുടെ ഓപ്പോസിറ്റ് ഈ കട. എക്കോവേ എന്ന് പറയുന്ന ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ ഷോപ്പാണ്. എന്നാണ് സ്ഥിരമായിട്ട് ചട്ടി വാങ്ങുന്നത് കേട്ടോ. ലോക്കുകൾ ഇതാ നാരായണക്കിളിയുടെ കൂട് കണ്ടോ, വലിയ പെരുത്തൊരു കൂട് അതിന്റെ ഉള്ളിലുണ്ട് കേട്ടോ. അപ്പൊ ഇതിങ്ങനെ കെട്ടിത്തൂക്കിട്ട് നാരായണക്കിളി വന്ന് കൂട് കൂട്ടുവോ, കേറുവോ? ഞാൻ നമ്മുടെ നാട്ടിലുണ്ടോ അത്? ഇത് വേറെ വല്ല പക്ഷി നാരായണക്കിളി ഉണ്ടോ അറിഞ്ഞൂടാ. നാരായണ കിളിക്കൂടുണ്ട്, 4 കാലോലപ്പൂരയുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ ചട്ടി വാങ്ങിച്ചു. നമ്മൾ ആ എടുത്തു വെച്ച ചട്ടി തന്നെയാണ് വാങ്ങിച്ചത്. ഒരു ചട്ടിക്ക് തന്നെ 280 രൂപയായിരുന്നു വില. അപ്പോൾ നമ്മുടെ വീട്ടിലേക്കും നമ്മുടെ അപ്പുറത്തെ വീട്ടിലേക്കും വാങ്ങി. ചട്ടിയും അതുപോലെ തവിയും ചിരട്ടത്തവിയും വാങ്ങിയിട്ടുണ്ട്. തവ എന്ന് ചില നാട്ടിൽ പറയും, തവി എന്ന് നമ്മൾ പറയും. അപ്പോൾ ഇത്ര ഉള്ള നമ്മുടെ വീഡിയോ. ഇനി പെസഹ വീഡിയോ ഒക്കെ ആയിട്ട് നമ്മൾ വരാം. അപ്പോൾ വീണ്ടും വീഡിയോ ഇഷ്ടപ്പെട്ട അപ്പോൾ വീണ്ടും പുതിയ വിശേഷം പുതുത്ത വീഡിയോ ഒക്കെ ആയിട്ട് വീണ്ടും വരുമ്പോഴേക്കും ഡിസൈനിങ് ഓഫ് ബിന്ദുസ് ഡ്രീംസ്. ബൈ.